ഇന്ന് ഞാൻ ചക്ക അവിയൽ ഉണ്ടാക്കാൻ പോകാം. ചക്ക, വെള്ളരിക്ക, പടവലങ്ങ, മുരിങ്ങക്ക, മാങ്ങ, തേങ്ങ, ഇത്ര സാധനം മതി. ചക്ക അവിയൽ സൂപ്പറായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതെല്ലാം ഞാൻ അരിഞ്ഞിട്ട് കാണിക്കാവേ. അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം നീളത്തിൽ അരിഞ്ഞ് വെച്ചു. മെയിൻ ഐറ്റമാണ് നമ്മുടെ ചക്ക. ഇനി നമുക്ക് അടുപ്പേ വെച്ചിട്ട് കാണാം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു. മൺചട്ടിയിൽ ചക്കക്കുരു ആദ്യം അടുപ്പിൽ വെച്ചു. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളിടാം. ചക്കക്കുരുവിന് കുറച്ച് വേവുണ്ടല്ലോ. തേങ്ങ, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, ചുവന്നുള്ളി, ഇത്ര സാധനം ഒതുക്കിയെടുക്കണം. ചക്കക്കുരു തിളച്ച് ഇനി നമുക്ക് കഷ്ണങ്ങളെല്ലാം അങ്ങ് ഇടാം. പയ്യെ നമുക്ക് ഒരു വാഴയിലയും കൊണ്ട് മൂടാം. മേളിലൊരു തട്ടും കൂടെ വയ്ക്കാം. പയ്യെ ആവി കയറി വേകട്ടെ. ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കട്ടെ. കണ്ടോ, ആവി വന്നു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നല്ല വെള്ളമൊക്കെ കിടപ്പുണ്ട്. ചക്കക്കുരുവിന് വേവുണ്ടായിരുന്നല്ലോ. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇളക്കി. ഇനി ഉപ്പിടണം, മാങ്ങ ഇടണം. ഒരു ആവിയും കൂടെ വന്നിട്ട് ഇത് ചെയ്യാം. ഒന്നുകൂടി ആവി വരട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന മാങ്ങ അതും കൂടെ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കൊന്ന് ഇളക്കി ഒന്നുകൂടെ മൂടി വെച്ചിട്ട് അരപ്പിടാം. ഇനി നമുക്ക് അരപ്പിടാം. എല്ലാം ഉപ്പും മാങ്ങയും ഒക്കെ ഇട്ട് നമുക്ക് അരപ്പ് ഈ നടുവ് ഭാഗത്തേക്ക് അരപ്പ് വെക്കാം. ഒട്ട് കുടഞ്ഞിടുവാണ്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം കിടപ്പുണ്ട്. ഒരു 5 മിനിറ്റ് തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞ് ഒന്ന് അരപ്പൊന്ന് വേകട്ടെ. അത് കഴിഞ്ഞ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയും കൂടെ വെച്ച് നമ്മൾ വാങ്ങുന്നു. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക അവിയൽ ഇവിടെ റെഡിയാകുകയാണ്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിത് ചക്ക അവിയൽ വാങ്ങിയിട്ട് എല്ലാവരെയും കാണിക്കാം. 5 മിനിറ്റും കൂടെ ഇരിക്കട്ടെ. ഇല വെച്ച് തന്നെ നമുക്കങ്ങ് മൂടാം. എല്ലാം അങ്ങ് വാടിപ്പോയി. ഒരടപ്പൂടെ വയ്ക്കാം. അവിയൽ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു. കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മേളിൽ വയ്ക്കാം. കണ്ടോ, ഇത് റെഡിയായി. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് ആ ഫ്ലേവറൊക്കെ ഒന്ന് സെറ്റായി വരാം. നമുക്ക് 5 മിനിറ്റ് മൂടി വയ്ക്കാം. സ്റ്റൗ ഓഫാക്കി വെക്കാം. അപ്പോൾ നമ്മുടെ ചക്ക അവിയൽ ഇവിടെ റെഡിയായി. പെട്ടെന്ന് തന്നെ മൂടി വെക്കട്ടെ. ഇലയെല്ലാം അങ്ങ് വാടിപ്പോയി. അപ്പം ഞാൻ ചക്കയവിയൽ കൂട്ടി ചോറുണ്ണാൻ എടുക്കാം. ചക്കയവിയൽ വിളമ്പി ചോറുണ്ണാം. കണ്ടോ, ചക്കയവിയൽ 5 മിനിറ്റ് കഴിഞ്ഞപ്പം വെള്ളമെല്ലാം ശരിക്കും പറ്റി പാകമായി. ഞാൻ ചോറുണ്ണട്ടെ, കുറച്ചെടുക്കട്ടെ. ചോറയിലേക്ക് സൈഡ് വയ്ക്കാം. ചക്കയവിയലിനും പാവയ്ക്കാത്തോരൻ നല്ല കോമ്പിനേഷനാണ്. ഞാൻ കുറച്ച് പുളിശ്ശേരി ഒഴിക്കാം. ഈ അവിയൽ മാത്രം മതി ചോറിനാൻ. എനിക്കതാ ഇഷ്ടം. ഞാൻ കുറച്ചുകൂടി അവിയൽ എടുക്കട്ടെ. കണ്ടോ, വെള്ളമൊന്നും ഇല്ലിപ്പം. കണ്ടോ, അടിപൊളി ചക്കയവിയലാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻ്റ് ഇടണേ ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പം ഞാൻ കഴിക്കട്ടെ. ചക്കയിൽ കൂടി ഞാൻ ചോറിനാം.